ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനി വോയ്സ്. ഇത് ബ്ലെയിനിങ് പാലസിലെ ലൈറ്റ് ട്രയലിൻ്റെ സെക്കൻഡ് പാർട്ടാണോ. ഫസ്റ്റ് പാർട്ട് അടിപൊളിയാണ്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. ഞാൻ ടാഗ് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തിയത് ഫൗണ്ടൻ്റെ അടുത്താണ്. മ്യൂസിക്കൽ ഫൗണ്ടൻ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാം മ്യൂസിക് ബേസ്ഡ് ആണ്. ഫൗണ്ടൻ ലൈറ്റും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള ഫൗണ്ടൻ മൂവ്മെന്റ്സും ഒക്കെ ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇച്ചിയോടെ ഒരു ഭംഗിയുണ്ടല്ലോ. അത് നൈറ്റിൽ ക്യാമറയിൽ എടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ ഇവിടെ നിന്ന് കുറേ നേരം അങ്ങ് കാണാൻ തോന്നും. കാരണം പല മ്യൂസിക്കുകൾ പല വെറൈറ്റി ആയിട്ട് പല രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നിന്നങ്ങ് കണ്ടു പോകാൻ തോന്നും. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആകും. ഞങ്ങളിവിടെ കുറേ നേരം നിന്ന് ഫൗണ്ടനും കണ്ട് ഇവിടെ വീഡിയോ എടുത്ത് ഫോട്ടോയും എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പയ്യെ അവിടെ നിന്ന് നീങ്ങി. ഫൗണ്ടൻ്റെ അടുത്തുനിന്ന് നീങ്ങി കഴിഞ്ഞപ്പോൾ നേരെ കണ്ടത് അപ്പുറത്തെ ഒരു വാട്ടർഫാളും തൊട്ടിപ്പുറത്ത് ബ്ലെയിനിങ് പാലസ് എന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുന്നു. വാട്ടർഫോളിലേക്ക് ലൈറ്റ് വെച്ചേക്ക് കണ്ടോ. ഒരു വെറൈറ്റി ആയിട്ടാണ് വാട്ടർഫോൾ കാണുന്നത്. പല കളറിൽ ദൂരത്തുനിന്നേ കാണാമായിരുന്നു. അതുപോലെ നല്ല എന്താ പറയുക, ഒരു ഫ്ലൂറസൻ ടൈപ്പ് വാട്ടർ ചാടി വരുന്ന പോലെയാണ് നമ്മുടെ വാട്ടർഫോൾ അവിടെ കാണുന്നത്. പിന്നെയുള്ള നടപ്പ് വാട്ടർഫോളിന്റെ സൈഡിൽ കൂടെ ആയിരുന്നു കേട്ടോ. നമുക്ക് മുകളിൽ നിന്ന് വരെ വാട്ടർഫോൾ ഇങ്ങനെ കാണാം. നല്ല രസമായിരുന്നു ആ ഏരിയ. മറിഞ്ഞാടല്ലേ. പിന്നെ ഞങ്ങൾ കണ്ടത് ഡാൻസിങ് ലൈറ്റ് ആണ് കേട്ടോ. അതും ആകാശത്ത് കുറച്ച് ഫോഗി ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാരണം നല്ല ക്ലിയർ ആയിട്ട് അടുത്ത് തന്നെ കാണാറുണ്ട് ലൈറ്റ്സ്. ഇനി ഞങ്ങളുടെ എയിം ആ വെറൈറ്റി ആയിട്ടുള്ളൊരു ലൈറ്റിംഗ് ഉണ്ട് അവിടെ എത്താന്നുള്ളത്, വൈറ്റ് ലൈറ്റിന്റെ അടുത്ത്. അങ്ങോട്ട് പോണ വഴിയിൽ വേറെയും ഇഷ്ടംപോലെ വെറൈറ്റി ലൈറ്റുകൾ ഉണ്ട് കേട്ടോ. പിന്നെ വഴിയിൽ നമ്മുടെ സാന്റാക്ലോസിന്റെ വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാന്റാക്ലോസ് ഗിഫ്റ്റ് കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചേക്കുക, ചാർജിങ്ങിന് വെച്ചേക്കാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ. അത് മാത്രമല്ല, അതിനെ തുടർന്ന് പിന്നെ കാണുന്നത് നമ്മുടെ സാന്റാക്ലോസ് വണ്ടി കൊണ്ട് പോയി കഴിയുമ്പോൾ ആകാശത്തേക്കടെ വിട്ടു പോകുന്ന ആ ഒരു ടെയിൽ ലൈറ്റ് ഉണ്ടല്ലോ, അതിനെ റിസംബിൾ ചെയ്യുന്ന പോലത്തെ ലൈറ്റാണ്. പിന്നെ നടന്നപ്പോൾ കണ്ടത് ഫുള്ള് ക്ലോക്കുകളാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സിനിമേനെ ബേസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഏത് ഫിലിമാന്ന് എനിക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വല്ല ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. ക്ലോക്കിന്റെ ലോഗവും കഴിഞ്ഞ് മുന്നോട്ടങ്ങ് പോകുമ്പോൾ പിന്നെ കാണുന്നത് ഹാർട്ട് ഷേപ്പിലുള്ള ലൈറ്റ് ആണ് കേട്ടോ. ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ സൂൺ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കയറി കാണുക. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം, തീർച്ചയായിട്ടും ഫോളോയും ചെയ്യണം കേട്ടോ. പിന്നെ കണ്ടത് കുറേ ഫ്ലോട്ടിംഗ് ക്യാൻഡിൽസ് ആണ് കേട്ടോ. ഫ്ലോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ കണ്ണുകൊണ്ട് നോക്കി കഴിയുമ്പോൾ ലിറ്ററലി അത് ഫ്ലോട്ടിംഗ് ആണ്. അതിൻ്റെ വയേഴ്സൊക്കെ മൊബൈൽ ബ്രൈറ്റ്നസ് കൂട്ടിയത് കൊണ്ട് മാത്രം കാണപ്പെടുന്നതാണ് കേട്ടോ. അത് നന്നായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് കണ്ടത് കുറച്ച് ഫ്ലോട്ടിംഗ് ലാംപ്സ് ആണ് കേട്ടോ. ഇതും ലിറ്ററലി ഫ്ലോട്ടിംഗ് ആണ്. മിക്ക ലാംപ്സും ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് ഏത് ഫിലിമിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എല്ലാ ഏജുകാർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഞങ്ങളുടെ
വിലിയ കൊച്ചും കൂടെ ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്താണ് നടക്കുന്നത്. ഈ വഴി മൊത്തം നടന്നു പോകുന്നു എന്നുള്ളതാണ് അത്ഭുതം. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം. നെക്സ്റ്റ് നമ്മൾ എത്തിയേക്കുന്നത് ഇത് കണ്ടോ, അത് ഫുൾ ക്രിസ്മസ് കാർഡുകളാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മീഡിയം ആണല്ലോ ക്രിസ്മസ് കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സംഭവമാണത്. അപ്പോൾ ഈ ക്രിസ്മസ് കാർഡുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ്. ഇവിടെ ഒരു ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് കാർഡുകൾ ഇങ്ങനെ പറന്ന് രണ്ട് സൈഡിൽ കൂടെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിൽ കൂടെയും പറന്ന് ഇങ്ങനെ നമ്മുടെ ക്രിസ്മസ് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് പോസ്റ്റ് ഓഫീസ്. അതിൻ്റെ അകത്ത് ആൾക്കാർ നിന്ന് കാർഡുകളും ഗിഫ്റ്റുകളും എല്ലാം സോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ക്രിസ്മസ് കാർഡ് കയറി പോകുന്ന വഴി കണ്ടോ, അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ക്രിസ്മസ് കാർഡ് കയറി പോകുന്നത്. ഇനിയും ക്രിസ്മസ് കാർഡുകൾ കയറി ചെല്ലുന്നുണ്ട്. ഇതെല്ലാം സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സാന്റാക്ലോസിന് ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടി. അതിനുള്ള പോസ്റ്റ് ഓഫീസാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇത് വൈറ്റ് ലൈറ്റാണ്, നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ തന്നെ. അതുകൊണ്ടാണ് ഇത് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പൂക്കളുടെ ഷേപ്പിലാണ് ലൈറ്റ് നിൽക്കുന്നത്. ഫുൾ വൈറ്റ് ആണ്, വേറെ ഒരു കളറും ഇല്ല, ഒരു ബ്ലിങ്കിങ്ങും ഒന്നുമില്ല. എന്നാലും ഇത് കാണാൻ അത്രയ്ക്കൊരു ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പയ്യെ പുറത്തോട്ട് ഇറങ്ങി. അവിടെ നമ്മുടെ ക്രിസ്മസ് ഫാദറൊക്കെ ഉണ്ട്. ക്രിസ്മസ് ഫാദറിൻ്റെ ഗിഫ്റ്റൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു പ്ലേസും ക്രിസ്മസ് ഫാദറും ഒക്കെ അവിടെ ഉണ്ട്. ഒറിജിനൽ ക്രിസ്മസ് ഫാദറാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. എല്ലാവരും ക്രിസ്മസ് ഫാദറിൻ്റെ മുന്നിൽ നിന്ന് കൈ കാണിച്ചുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് നീങ്ങുന്നത്. അവിടുന്ന് അവിടെ മഞ്ഞൊക്കെ വന്ന് വീഴുന്നുണ്ട്. എല്ലാം നല്ല സെറ്റപ്പായിട്ട് അറേഞ്ച് ചെയ്തേക്കാണ് അവിടെ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതോടെ നമ്മൾ ലൈറ്റ് ട്രയലിൻ്റെ എൻഡിലായിട്ട് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ലൈറ്റ് ട്രയൽ ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഞങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് ട്രയലിൻ്റെ എൻഡായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് വിലിയമ്മക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമായിട്ട് നല്ല ലൈറ്റ്സ്, അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ആൾക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.